ഹലോ, സനീസ് വേൾഡിലേക്ക് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് പോളിത്തീൻ കവർ വെച്ചുകൊണ്ട് എങ്ങനെ പൂക്കൾ ഉണ്ടാക്കാമെന്നാണ് കാണിക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ റെഡ് കളർ പോളിത്തീൻ കവർ എടുത്തിട്ടുണ്ട്. അത് ഇതേപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. ഇതേപോലത്തെ പീസുകളായിട്ടാണ് മുറിച്ചെടുക്കുന്നത്. ഞാനിവിടെ കുറച്ച് പീസുകൾ ഇതേപോലെ മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുത്തതിന് ശേഷം ഇതേപോലെ ഒന്ന് പിരിച്ചു കൊടുത്ത് ഇതേപോലെ മടക്കിയെടുക്കണം. എന്നിട്ട് ഇതാ തള്ളവിരൽ ഇതേപോലെ വെച്ചിട്ട് ഇത് ഇങ്ങനെ മടക്കി കൊടുക്കണം. ഇതേപോലെ കിട്ടണം. ഇങ്ങനെയാണ് ഉണ്ടാക്കേണ്ടത്. എന്നിട്ട് ഇതൊരു നൂല് വെച്ച് കെട്ടി കൊടുക്കാം. ഇനിയെല്ലാം ഇതേപോലെയാണ് ചെയ്തെടുക്കേണ്ടത്. ഒരു പൂവിന് 5 ഇതളുകളാണ് വേണ്ടത്. ഞാനിവിടെ 5 എണ്ണം ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഒരു പൂവ് ഉണ്ടാക്കുന്നതാണ് ഞാനിപ്പോൾ കാണിക്കുന്നത്. അടുത്തതായിട്ട് ഞാനിവിടെ ഒരു ഫ്ലോറൽ കമ്പി എടുത്തിട്ടുണ്ട്. പിന്നെ റോസ് കളർ മുത്ത് എടുത്തിട്ടുണ്ട്. അത് ക്രാഫ്റ്റ് ഷോപ്പിലൊക്കെ മേടിക്കാൻ കിട്ടും. ഒരു പാക്കറ്റിന് 20 റുപ്പീസാണ്. ഇനി മുത്ത് ഇതേപോലെ ഒന്ന് കോർത്ത് കൊടുത്തിട്ട് ഇത് ടൈറ്റായിട്ടൊന്ന് പിരിച്ചു കൊടുക്കണം. അതിനുശേഷം ഓരോ ഇതളുകളും ഇതേപോലെ വെച്ച് നൂല് വെച്ച് കെട്ടി കൊടുക്കണം. ഓരോ ഇതള് വയ്ക്കുമ്പോഴും നൂല് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം ടൈറ്റായിട്ട്. ഇനി ഇതൊന്ന് ടൈറ്റായിട്ടൊന്ന് കെട്ടി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഒരു പൂവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം. ഇപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ എല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇത്രയും പൂക്കളാണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. ഇനി മുട്ടുകൾ ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ടിഷ്യൂ പേപ്പർ എടുക്കുന്നുണ്ട്. അത് ചെറിയൊരു പീസ് എടുത്തിട്ട് ഇതേപോലെ ഒന്ന് ചുരുട്ടി കൊടുക്കണം. എന്നിട്ട് ഫ്ലോറൽ കമ്പി എടുത്ത് അതിൻ്റെ അറ്റം ഒന്ന് ഇതേപോലെ വളച്ചു കൊടുക്കണം. എന്നിട്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് ശരിക്കും ഒന്ന് ഷേപ്പാക്കി എടുക്കണം. ഇതേപോലെ. എന്നിട്ട് ഈ കവറ് വെച്ച് ആദ്യം ഒന്ന് ചുറ്റി കൊടുക്കാം. ഒന്നുകൂടി ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോഴാണ് നല്ല കളറിലിരിക്കുള്ളൂ. ഇനി ഇതൊരു നൂല് വെച്ചൊന്ന് കെട്ടി കൊടുക്കണം. ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ഗ്രീൻ ടേപ്പ് കൊണ്ടൊന്ന് ചുറ്റി കൊടുക്കണം. അത്രയേ ഉള്ളൂ. ഞാനിവിടെ 3 എണ്ണം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇവിടെ ഒരു അലൂമിനിയം കമ്പി എടുത്തിട്ടുണ്ട്. ഇനി ഓരോന്നും ആദ്യം മുട്ടുകൾ ഇതേപോലെ ഒന്ന് ഗ്രീൻ ടേപ്പ് കൊണ്ട് ചുറ്റി കൊടുക്കണം. അതിനുശേഷം ഓരോ പൂക്കളും ചുറ്റി കൊടുക്കണം. എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പോളിത്തീൻ കവറുകളൊക്കെ എല്ലാവരും വേസ്റ്റിലേക്ക് ഇടാതെ ഇതേപോലെ പൂക്കളൊക്കെ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഫ്ലവർ വേസിലൊക്കെ വെക്കാൻ നല്ല സൂപ്പറാണ്. ഇനി എല്ലാം ഇതേപോലെ ഒന്ന് ചെയ്തെടുക്കാം. ഇപ്പം നമ്മളെല്ലാം ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാനിവിടെ വേറൊരു കളറ് കവറും കൂടി ഇതേപോലെ ചെയ്തെടുത്തിട്ടുണ്ട്.
എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അടുത്തൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരാം. ബൈ.